അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും കൂടെ സന്തോഷിക്കുകയും കളിതമാശകൾ പറയുന്നത് പോലെ നിങ്ങളുടെ വീട്ടിലും ഇന്ന് അങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്ക് വിദേശത്തു നിന്ന് അതിഥികൾ ഉണ്ടാവും. അവർക്കായി പ്രത്യേകം ചായ തയ്യാറാക്കണം. ഇന്ന് പ്രവൃത്തിയിൽ ശ്രദ്ധ തെറ്റി കളിയിലും തമാശയിലും പോകുമെങ്കിലും സംയമനം വിടരുത്. നിങ്ങളുടെ പ്രവൃത്തിയിൽ വീട്ടിലും ഓഫീസിലും സന്തോഷിക്കുക. ഏരിസ് റൊമാൻസ്. ഈയിടെയായി കണ്ടുമുട്ടിയ പങ്കാളിയാകുവാൻ സാധ്യതയുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അതൃപ്തി ഉണ്ടാകും. തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുവാണെന്നും തൃപ്തി വരുവാൻ ബുദ്ധിമുട്ടാണെന്നും കാണുന്നു. നിങ്ങളുടെ നിലവാരം വല്ലാതെ താഴ്ത്തേണ്ടതില്ലെങ്കിലും ജീവിത പങ്കാളിക്കായുള്ള തിരച്ചിൽ കുറച്ചുകൂടി യഥാർത്ഥമാകാം. പരിപൂർണതയ്ക്കായി തുടരുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിരാശപ്പെടും. ആരോ അവരെ ശ്രദ്ധിക്കുവാനായി കാത്തിരിക്കുന്നു. ഏരിസ് കരിയർ. ഈ നിലയിൽ സ്വയം സംതൃപ്തനാവാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഇന്നുള്ള സ്ഥാനത്ത് എത്തിച്ചേരാൻ കഠിനമായി യത്നിച്ചിട്ടുണ്ട്. എങ്കിലും സ്വയം സംതൃപ്തി നിങ്ങളുടെ പുരോഗതി വിഘാതമാക്കാൻ അനുവദിക്കരുത്. കഠിനാധ്വാനം തുടരുകയും സ്ഥിരോത്സാഹത്തോടെ നിങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ക്ഷീണിതമായ അവസരങ്ങളിൽ പരിമിതപ്പെടുത്തുകയും വേണം. നിങ്ങളുടെ വിജയം ഒരിക്കലും മറ്റുള്ളവർക്ക് നൽകരുതെന്ന് ഓർമ്മിക്കുക. ഏരിസ് ഫൈനാൻസ്. ദൂരസ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുക. വിദേശ നിക്ഷേപങ്ങളിൽ നിന്നും ഇന്ന് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്തേക്ക് നിങ്ങളുടെ കച്ചവടം വിപുലീകരിക്കുവാൻ നിങ്ങൾ ഉദ്യമിക്കുന്നുവെങ്കിൽ അതിനു പറ്റിയ സമയം ഇതാണ്. വിദേശത്തുള്ളവരുമായി ബന്ധപ്പെടുവാനാകുന്ന എല്ലാ സാധ്യതകളും തുറന്നു വയ്ക്കുകയും അതിനായി യത്നിക്കുകയും ചെയ്യുക. അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഏരിസ് ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്ക് നല്ല ആരോഗ്യസ്ഥിതി വേണമെന്നുണ്ടെങ്കിൽ ചില മുൻകരുതലുകൾ വേണം. വിവാദങ്ങളിൽ ഒന്നും തലയിടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ അത് മാനസിക പിരിമുറുക്കത്തിന് കാരണമായേക്കും. നിങ്ങളുടെ മൂഡ് നശിപ്പിക്കാതിരിക്കുന്നത് നിങ്ങളുടെ തന്നെ ഗുണത്തിനായിരിക്കും. ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി മാത്രം കഴിക്കാതിരിക്കുക. ഭക്ഷണം ആരോഗ്യകരവും കഴിച്ചാൽ അപകടമില്ലാത്തതാണെന്നും ഉറപ്പുവരുത്തുക. ടോറസ് ഓവർവ്യൂ. ആധ്യാത്മികതയിലുള്ള വളർച്ചയുടെ ഭാഗമായി ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുക. നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ വിലയിരുത്തലിന് ഇത് കാരണമാകും. ടോറസ് റൊമാൻസ്. ഇന്ന് നിങ്ങളുടെ അനുരാഗ ജീവിതത്തിൽ നിങ്ങൾ ഒന്ന് അയയണമെന്നും നിങ്ങളുടെ പങ്കാളിക്കായി സാധ്യമാകാത്ത മാനദണ്ഡം വെക്കരുത്. ഒന്നുമില്ലെങ്കിലും കുറച്ചുകൂടി യാഥാർത്ഥ്യമാകാം. അല്ലാതെ പൂർണ്ണതയുള്ള ഒരു പങ്കാളിയെ തിരഞ്ഞുകൊണ്ടിരിക്കരുത്. പങ്കാളിയെ തെറ്റുകൾ ചെയ്യുവാനും അനുവദിക്കുക. നിങ്ങളും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സ്നേഹിക്കുകയും പരിലാളിക്കുകയും ചെയ്യണം. അല്ലാതെ അവർ പൂർണ്ണമാകുന്നതിലല്ല പൂർണ്ണത്വം. ടോറസ് കരിയർ. നിങ്ങൾ ഒരു കലാകാരനോ ഗ്രാഫിക് ഡിസൈനറോ ആണെങ്കിൽ ഇന്നത്തെ ദിനം ഉൽപാദനക്ഷമതയുള്ളതായിരിക്കും. ക്രിയാത്മകമായ നിങ്ങളുടെ മനസ്സിൽ നിന്നും വളരെയധികം ആശയങ്ങൾ ഇന്ന് ഉൽപ്പാദിക്കപ്പെടുന്നതായി കാണാം. നിങ്ങളുടെ മേലാളർ ഈ പ്രവർത്തികൾ കാണുകയും അവസരം വരുമ്പോൾ നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യും. ടോറസ് ഫൈനാൻസ്. സാമ്പത്തിക രംഗത്തിൽ ഇന്ന് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു നല്ല ദിനമായിരിക്കും. കാര്യമായ നഷ്ടങ്ങളില്ലാത്ത എന്നാൽ ചെറിയ ലാഭങ്ങൾക്ക് സാധ്യതയുള്ള ദിനം. നിങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്ന ഈ സാമ്പത്തിക സ്ഥിരതയിൽ നിന്നും ഇനിയും കൂടുതൽ മെച്ചപ്പെടുവാനും വരും ദിനങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ മൂലം ഈ ലാഭം നഷ്ടപ്പെടാതിരിക്കുവാനും എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. നിക്ഷേപങ്ങൾ ഇന്ന് ബുദ്ധിപൂർവ്വം നടത്തുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനവും ബുദ്ധിവൈഭവവും ഉപയോഗിച്ച് മുന്നേറുന്നത് കാണാനാകും. നിങ്ങളുടെ ഈ കഴിവുകൾ നിങ്ങൾക്ക് പുതിയ ഔദ്യോഗിക സാമ്പത്തിക മേഖലകൾ തുറന്നു തരും. ടോറസ് ഹെൽത്ത്. വ്യായാമം ചെയ്യുവാൻ ചെറിയൊരു മടി ഇന്ന് നിങ്ങളെ പിടികൂടും. ഇതിൽ നിന്നും മാറേണ്ടതും വ്യായാമത്തിനായി സമയം കണ്ടെത്തേണ്ടതും ഒരാവശ്യമാണ്. ഈയിടെയായി നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും മറ്റും മതിയായ വ്യായാമമില്ലാത്തതിനാലുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എത്രയും വേഗത്തിൽ പ്രതിവിധി കാണണം. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വ്യായാമ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനായി ഒരു ജിമ്മിൽ ചേരുക. ജെമിനി ഓവർവ്യൂ. ഒരു ലോണിന് അപേക്ഷിക്കുവാൻ പറ്റിയ ദിനമാണിന്ന്. പ്രത്യേകിച്ചും 4 വാക്കും കൂട്ടിമുട്ടിക്കുവാൻ ബുദ്ധിമുട്ടുന്നവർക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ ഇപ്പോൾ കൈവയ്ക്കരുത്. ഒരു ലോൺ എടുത്ത് അത് തിരിച്ചടയ്ക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് സമ്പാദ്യത്തിൽ കൈവയ്ക്കുന്നതിനേക്കാൾ നല്ലത്. ജെമിനി റൊമാൻസ്. സ്നേഹത്തിൽ നിങ്ങൾ ഭാഗ്യമുള്ളതാണെന്ന് ഇന്ന് നിങ്ങൾ അറിയും. ഇന്ന് നിങ്ങൾ പുതിയ രസകരമായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടും. അതുവഴി നിങ്ങളുടെ അനുരാഗ ജീവിതം പുഷ്പിക്കും. നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണെന്നും നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ബന്ധങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ മാർഗത്തിലാണെന്നും ഉറപ്പുവരുത്തുക.
ഈ പുതിയ ബന്ധം വളരെ വിശിഷ്ടമാക്കുവാൻ നിങ്ങൾക്കാകും. Gemini, career. നിങ്ങൾക്കിന്ന് നിങ്ങളുടെ ജോലി ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് സന്തോഷവാനാകുന്നതായി കാണാം. നിങ്ങൾക്ക് ചില പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുടെ അന്തിമ ദിനമാണ് ഇന്ന്. എന്നാൽ സമയത്തിനു മുന്നേ അവ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് നന്ദിപൂർവ്വം കഴിയും. വിദ്യാർത്ഥികളാണ് നിങ്ങൾ എങ്കിൽ വലിയ പരീക്ഷയ്ക്ക് മുമ്പായി തന്നെ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇതിനെല്ലാം നന്ദി പറയേണ്ടത് നിങ്ങളുടെ കഠിനാധ്വാനത്തിനാണ്. Gemini, finance. പാരമ്പര്യ അവകാശത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കും ഇന്ന് തുടക്കം കുറിക്കരുത്. ഈ സമയം പാരമ്പര്യ അവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ നന്നല്ല. കാരണം അത്തരം ചർച്ചകൾ ഇന്ന് തുടങ്ങിവെച്ചാൽ അത് കലഹങ്ങളിലേക്കും വിഴുപ്പിലേക്കും വഴിമാറും. കുറച്ചു കാലം കൂടി ക്ഷമിക്കുക. Gemini, health. മനസ്സിനെ പ്രവർത്തനോന്മുഖമായി നിലനിർത്തുക. എന്നാൽ ശരീരത്തിനെ അമിതമായി ക്ലേശിപ്പിക്കരുത്. ഇന്ന് ജിമ്മിൽ പോകേണ്ടതില്ല. ശരിയായ ആഹാരം കഴിക്കുന്നത് തുടരുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് ചുണക്കുറവ് തോന്നുമെങ്കിലും. Cancer, overview. തീരുമാനമെടുക്കാനാവാത്തവണ്ണം എങ്ങോട്ടേക്ക് പോകണം എന്ന് ആലോചിക്കും. പോകാനായി ഒരുപാട് ഇടങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ ലിസ്റ്റിലില്ലാത്തിടങ്ങളിലേക്ക് പോകണമെന്ന് സുഹൃത്ത് പറഞ്ഞേക്കാം. ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ചില ആവശ്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. എത്രമാത്രം കടുപിടുത്തമില്ലാത്തതാവുന്നോ അത്രയും നല്ലത്. അങ്ങനെയെങ്കിൽ നല്ല യാത്രയും നിങ്ങൾക്ക് ഉണ്ടാവും. Cancer, romance. ഗ്രഹസ്ഥിതി പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും തമ്മിൽ നല്ല പൊരുത്തമുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് ആ അവസ്ഥ ആസ്വദിക്കുകയും ചെയ്യാം. നിങ്ങൾ ഇരുവരും ആസ്വദിക്കുന്ന കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ പരസ്പര ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കും. നിങ്ങളുടെ പങ്കാളിയുമൊത്തെ ആസ്വദിക്കുക. Cancer, career. ഒരു തൊഴിൽ വിദഗ്ധന്റെ തൊഴിൽ സംബന്ധിയായ സേവനങ്ങൾ ലഭിക്കാനുള്ള പ്രവണത നിങ്ങൾ ഇന്ന് കാണിക്കും. നിങ്ങളുടെ തെരഞ്ഞെടുക്കലുകൾ, ലക്ഷ്യങ്ങൾ എന്നിവ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഈ വ്യക്തി സഹായിക്കും. നിങ്ങൾ ശരിയായ ഉപദേശകനെ തിരഞ്ഞെടുത്തെന്ന് തീർച്ചപ്പെടുത്തുക. അതിനാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായ ഉപദേശങ്ങൾ ലഭിക്കും. Cancer, finance. നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കായി പദ്ധതികൾ രൂപപ്പെടുത്തേണ്ടുന്ന സമയമാണിത്. ആ ബജറ്റിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് അതിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും അടയാളപ്പെടുത്തൂ. അവിടേക്ക് എത്തിപ്പെടുവാൻ എത്ര പണം വേണമെന്ന് കണക്ക് കൂട്ടൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യത്തിൽ എത്തിപ്പെടുവാനാകും. എന്നാൽ അതിനായി ചില ദീർഘകാല കാര്യപരിപാടികളും ബജറ്റ് നിയന്ത്രണവും വേണം. അത് തുടങ്ങുവാൻ ഏറ്റവും പറ്റിയ ദിനം ഇന്നാണ്. Cancer, health. ഒരു വിഷാദ ഛായ ഇന്ന് നിങ്ങളെ വിഴുങ്ങും. ഈ വിഷാദത്തിൽ നിന്നും പുറത്തു കടക്കുവാനായി നിങ്ങൾക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യുക. ഒരു പുസ്തകം വായിക്കാം, പഴയ ഒരു സുഹൃത്തുമായി സല്ലപിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി നടക്കാം. Leo, overview. നിങ്ങളുടെ തീരുമാനങ്ങൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും എതിരായതിനാൽ ഇന്ന് നിങ്ങൾക്ക് വിമുഖതയായിരിക്കും. നിങ്ങൾ ചില സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുക. ആ സാമൂഹ്യ ബന്ധം നിങ്ങളെ ബലപ്പെടുത്തും. എന്നാൽ എവിടെയും തന്ത്രപരമായി മുന്നേറിയില്ലെങ്കിൽ നിങ്ങൾ ചതിയിൽ അകപ്പെടും. Leo, romance. ഒരു ജീവിതകാല ബന്ധത്തിന് തയ്യാറാണെന്ന് നിങ്ങൾ ചിന്തിക്കുമെങ്കിലും നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് സത്യസന്ധമായി നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. ഒരു വിവാഹം എന്നാൽ മറ്റൊരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും കൂടി സ്ഥാനം നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അനുരാഗ യാത്രയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് ഗൗരവത്തോടെ ഒന്നുകൂടി ചിന്തിക്കുക. Leo, career. വിദ്യാർത്ഥികൾക്ക് ഇന്ന് വളരെ നല്ല ദിനമാണ്. നിങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാകട്ടെ. നിങ്ങളുടെ മൂല്യങ്ങളിൽ വിശ്വാസം ഉണ്ടാകട്ടെ. ശുഭമായി ചിന്തിക്കട്ടെ. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ഭയക്കുന്നുവെങ്കിൽ ആ ഭയം അസ്ഥാനത്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളാൽ ആകാവുന്നത് ചെയ്യുക. ശേഷിച്ചത് വരാനിരിക്കുന്ന നല്ല കാലത്തിനായി വിട്ടുകൊടുക്കുക. Leo, finance. ഇന്ന് സാമ്പത്തികമായി നല്ല ദിവസമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ കടങ്ങൾ കൊടുത്തു തീർക്കുവാനാകും. ഈ നല്ല സമയം നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യുവാനായി ഉപയോഗപ്പെടുത്തുക. ഈ അലട്ടൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്തിട്ടില്ല. നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുക. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ഈ നിശ്ചിത വരുമാനത്തിൽ കൂടുതലായി നിങ്ങൾക്ക് വരുമാനമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. Leo, health. ജീവിതത്തിനോടുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളുടെ ശരീരത്തിനാവശ്യമായ ഒരു മരുന്നായി തീരും. എന്നാൽ നല്ല ആരോഗ്യമെന്ന ലക്ഷ്യത്തിന് മുന്നിൽ വരുന്ന തടസ്സങ്ങളെ നീക്കുവാനായി നിങ്ങളിൽ നിന്നും വളരെ ശക്തിയേറിയ ആക്രമണോത്സുകമായ മാനസിക തീവ്രതയോടുള്ള ഒരു സമീപനം ആവശ്യമാണ്. ദീർഘകാല അളവിൽ നോക്കിയാൽ ഇത് നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു പുതുവസന്തം വിരിച്ചതായും ജീവിതത്തിനോടുള്ള നിങ്ങളുടെ സമീപനം മാറ്റിയതായും അറിയുവാൻ കഴിയും. Virgo, overview.
ചില സമയങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലി നിങ്ങളുടെ കുടുംബാംഗങ്ങളെ വിലക്കിയെന്ന് വരാം. ആ അവസ്ഥയിൽ ദീർഘവീക്ഷണത്തോടുകൂടിയും മാനസിക നിയന്ത്രണത്തോടുകൂടിയും തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാനസിക നില തകർക്കുകയും അത് ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. Virgo, romance. നല്ല മൂഡും പരസ്പരം ശ്രദ്ധിക്കുന്ന സ്വഭാവവും ഇന്ന് നിങ്ങളുടെ അനുരാഗ ജീവിതത്തെ കാർമേഘത്തിലേറ്റാതെ നോക്കും. നിങ്ങളുടെ പങ്കാളിയുടെ സാമീപ്യം സ്നേഹം ആസ്വദിക്കാൻ കാരണമാക്കും. അതുവഴി യഥാർത്ഥ സ്നേഹമെന്തെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. ഇത് അത്ഭുതകരമായ ആനന്ദം നൽകുന്നത് കൂടാതെ ജീവിതകാലം മുഴുക്കെ ആസ്വദിക്കാനുള്ള ഒരു നിധി കൂടിയാകും. അതിലുമപ്പുറം ജീവിതത്തെക്കുറിച്ച് ശുഭമായി ചിന്തിക്കുവാൻ ഇതൊരു കാരണമാകുകയും ചെയ്യും. Virgo, career. മെച്ചപ്പെട്ട തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിൽ വിദ്യാർത്ഥികൾ മുന്നോട്ടു പോകുമ്പോൾ വ്യാകുലപ്പെടുകയാണെങ്കിൽ യോഗ്യനായ ഒരു തൊഴിൽ ഉപദേശകനെ ഇന്ന് കണ്ടെത്തണം. മികച്ചതും നന്നായി നിരീക്ഷിച്ച ശേഷം നൽകുന്ന ഉപദേശങ്ങളും മറ്റും നൽകുന്നയാളാണ് അയാളെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് സമാധാനിക്കാം. Virgo, finance. നിങ്ങൾ ഇന്നൊരു കോൺഫറൻസിൽ അല്ലെങ്കിൽ സെമിനാറിൽ പങ്കെടുക്കുവാൻ പോകുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് വളരെ ലാഭകരമായി തീരും. ഇന്ന് ലഭിക്കുന്ന ബിസിനസ് കാർഡുകൾ സൂക്ഷിക്കുക. അവ നിങ്ങൾക്ക് ആവശ്യമായി തീരും. വളരെ താല്പര്യമുള്ള ചില ബന്ധങ്ങൾ ഇന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കുവാനാകും. ഈ ബന്ധങ്ങളുടെ സ്ഥാപന ശേഷം വ്യാപാര വിജയം നിങ്ങളെ തേടിയെത്തും. കാരണം ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരുമായി നിങ്ങൾ അടുത്ത ബന്ധത്തിലാണെന്ന് തന്നെ. Virgo, health. ഈയിടെയായി നിങ്ങളെ അലട്ടിയിരുന്ന ചില പ്രശ്നങ്ങളിൽ നിന്നും ഇന്ന് നിങ്ങൾ മുക്തി നേടും. അതുകൊണ്ട് തന്നെ വളരെ സുഖം തോന്നും. നിങ്ങൾക്കുണ്ടായിരുന്ന മാനസിക പിരിമുറുക്കം മാഞ്ഞു പോകും. നിങ്ങൾ ആശ്വാസത്തിന്റെ നിശ്വാസമുതിർക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിനം വിശ്രമത്തിനായി ഉപയോഗിക്കുക. നീക്കിയിരിപ്പുള്ള ജോലികൾ ചെയ്തു തീർക്കുക. Libra, overview. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുമായോ അടുത്ത സുഹൃത്തുമായോ ഉള്ള ബന്ധം ചിലപ്പോൾ തകർന്നേക്കാം. കോപമോ മോശമായ വികാരങ്ങളോ നിങ്ങളെ സ്വാധീനിക്കുന്നത് ഈ സമയത്ത് നല്ലതല്ല. അതിനു പകരം പഴയ കാര്യങ്ങൾ ഓർക്കേണ്ടതും നിങ്ങൾ പരസ്പരം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഓർക്കേണ്ടതുമാണ്. ചിലപ്പോൾ ഒരു ഫോൺ വിളി കൊണ്ട് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഒത്തുതീർപ്പിനുള്ള ആദ്യ ചുവടുകൾ നിങ്ങൾ എടുക്കുമെന്ന് അവർ കരുതുന്നുണ്ടായിരിക്കാം. Libra, romance. അനുരാഗത്തിൽ ഇന്ന് കുറച്ച് നിരാശയ്ക്ക് വഴി കാണുന്നു. സ്നേഹം ലഭിക്കുവാനായി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യുന്നുവെന്ന് തോന്നൽ നിങ്ങൾക്കുണ്ട്. എന്നിട്ടും പ്രതീക്ഷയ്ക്ക് ഫലം ലഭിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ ഒരിടവേള നൽകുക. ഒന്ന് വിശ്രമിക്കുക. ഈ വക കാര്യങ്ങൾ നടന്നു കിട്ടുവാനായി കുറച്ച് സമയമെടുക്കും. നിങ്ങൾ നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ എത്ര കണ്ട് നിങ്ങളെക്കുറിച്ച് തീർച്ചയുള്ളവനാണോ അത്രയും മറ്റുള്ളവർ നിങ്ങളെ ആകർഷിക്കപ്പെടും. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചാൽ മറ്റുള്ളവരും നിങ്ങളെ സ്നേഹിക്കും. തീർച്ച. Libra, career. ജോലിസ്ഥലത്ത് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന മറ്റുള്ളവരുമായി ഇടപഴകുവാനുള്ള കഴിവ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുവാൻ സഹായകരമാകും. മറ്റുള്ളവരുമായി നല്ല സൗഹൃദം നിലനിർത്താനായി സമയം ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരും. ഇത് ലക്ഷ്യം കൈവരിക്കുവാൻ മാത്രമല്ല ജോലി ചെയ്യുന്നതിന് ഉത്തേജനവുമാകും. Libra, finance. ഇന്ന് നിങ്ങൾ ഒരു നല്ല കാര്യത്തിനായി സംഭാവന നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കും. മുന്നോട്ടു പോകുക. കാരണം അത് നിങ്ങൾക്ക് സന്തോഷം നൽകും. നിങ്ങളുടെ ബാങ്ക് ബാലൻസിന് ബാധിക്കുകയുമില്ല. ഈയിടെയായി നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാണ്. കൂടാതെ ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്നും ഇന്ന് നിങ്ങൾക്ക് പണം ലഭ്യമാകും. Libra, health. നിങ്ങളുടെ ജീവിതം സന്ധ്യ മയങ്ങുന്ന നേരമാണെങ്കിൽ പ്രത്യേക അസുഖങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു ഡോക്ടറെ സന്ദർശിച്ച് മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത് നന്നായിരിക്കും. ഇതിനർത്ഥം നിങ്ങൾക്ക് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലാത്ത ഒരസുഖമുണ്ടെന്നോ അതിനൊരു യോഗ്യതയുള്ള ഡോക്ടർ കണ്ടെത്തുമോ എന്നല്ല. എന്നിരുന്നാലും ഈ ചെക്കപ്പ് നീട്ടിക്കൊണ്ടുപോകരുത്. പോയാൽ ഒരുപക്ഷെ അറിഞ്ഞിരിക്കാത്ത ഒരു പ്രശ്നത്തിന്റെ പുണ്ണ് ആവശ്യത്തിൽ കൂടുതൽ കാലം നിങ്ങളിൽ നിലനിൽക്കും. Scorpio, overview. ഇന്ന് യാത്ര ആരംഭിക്കുന്നു. കുടുംബങ്ങളോ സുഹൃത്തുക്കളോ ഒപ്പമുണ്ടാവാം. നിങ്ങളുടെ ഉത്കണ്ഠകളെ അതിജീവിക്കാനും സന്തോഷത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഇതിന് കഴിയും. ക്യാമറ എടുത്തുകൊള്ളൂ. എന്തെല്ലാം കാണാൻ പോകുന്നു. Scorpio, romance. ഈയിടെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ വരുത്തിയ മാറ്റം ഗുണം ചെയ്യുന്നതായി ഇന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ബന്ധത്തിൽ മൂഡ് വളരെ മെച്ചപ്പെട്ടിരിക്കുന്നതായും ഇരുവരും കൂടുതൽ സന്തോഷമുള്ളവരായും കാണാം. പുരോഗമിച്ച ഈ സന്തോഷത്തിന്റെ പാത പിന്തുടരുക. ദീർഘകാല സന്തോഷത്തിനായി നിങ്ങൾ കൂട്ടുകൾ ഒരുക്കിയിരിക്കുന്നതായി കാണാം. Scorpio, career. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ജോലിയിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും. കൂടുതൽ ഉള്ളിലേക്ക് പോകുവാനുള്ള നിങ്ങളുടെ പ്രവണതയാണ് ഇതിന് കാരണം.
പുതിയ രീതികൾ സ്വായത്തമാക്കണമെങ്കിൽ നിങ്ങൾ ജോലിയിൽ കൂടുതൽ ക്രിയാത്മകത കാണിക്കണം. നിങ്ങളുടെ ക്ഷമയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുമുള്ള കഴിവുമാണ് ജോലിയിൽ നിങ്ങളുടെ വിജയത്തിന് അടിസ്ഥാനം. ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും കാണുക. കീഴുദ്യോഗസ്ഥരുടെ കൂടി അഭിപ്രായം അറിയുക. ഇത് വിജയം നിങ്ങളുടേതാക്കും. സ്കോർപിയോ ഫൈനാൻസ്. നിങ്ങൾ നിയമവുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് തിരക്കേറിയ ദിനങ്ങളിൽ ഒന്നായിരിക്കും. വ്യവഹാരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായാണ് വിധിക്കുന്നതെന്നതിനാൽ നിങ്ങൾ സന്തോഷവാനായിരിക്കും. അത് നിങ്ങളെ ധനികനുമാക്കും. നിങ്ങളുടെ പക്കലുള്ള തീർപ്പാക്കാതെ കിടക്കുന്ന വ്യവഹാരങ്ങളുമായി മുന്നോട്ടു പോയി ഈ ഭാഗ്യം തുടരുന്നുണ്ടോ എന്ന് നോക്കുക. സ്കോർപിയോ ഹെൽത്ത്. നിങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കുന്നു. നിങ്ങൾ കരുതുക പോലും ചെയ്യാത്ത ചില വേദനകൾ നിങ്ങളെ അലട്ടും. ഉണരുക. ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുക. നിങ്ങൾ അതിനെ ഭയക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ വാക്കുകൾക്കതീതമായ ഗുണം നിങ്ങൾക്കതുകൊണ്ട് ലഭിക്കും. സജിറ്റേറിയസ് ഓവർവ്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് അംഗീകാരവും ബഹുമാനവും കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജോലി ചെയ്തില്ലെങ്കിൽ അതിന് വേറെ ആരെങ്കിലും അർഹരാകും. നിങ്ങളുടെ നേട്ടങ്ങൾക്കിടയിലുള്ള വിശ്രമവേളയിൽ ഇതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടതായി വരും. സജിറ്റേറിയസ് റൊമാൻസ്. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഗാഢമാകുന്നു. ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി കൂടുതൽ ആഴവും അർത്ഥവുമുള്ള ബന്ധം ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾ പങ്കാളിയോട് തുറന്നു പറയുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അവർ എന്തെങ്കിലും പറയുന്നുവെങ്കിൽ അത് ഇരുചെവിയും തുറന്നു തന്നെ കേൾക്കുക. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നതിന് തുറന്ന മനസ്സോടെ ഇരിക്കുക. സജിറ്റേറിയസ് കരിയർ. ഇന്ന് ഒരു ജോലി മാറ്റത്തിനുള്ള സാധ്യത കാണുന്നു. എന്നാൽ അക്കരയിൽ എപ്പോഴും പച്ചയല്ലെന്ന് ഓർക്കണം. ഈ പുതിയ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്ഥാപിക്കുവാനായി കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കുകയും ഏതവസരത്തിനോടും പൊരുത്തപ്പെടുവാൻ കഴിയുകയും ചെയ്യുക എന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ വിജയം കൈവരിക്കാൻ അത്യാവശ്യമാണ്. പുതിയ കൂട്ടാളികളിൽ നിങ്ങളെക്കുറിച്ച് ഒരു മതിപ്പുണർത്തുവാനും. സജിറ്റേറിയസ് ഫൈനാൻസ്. കൂടുതൽ പണമുണ്ടാക്കുക, ജോലിയിൽ കയറ്റങ്ങൾ ലഭിക്കുക എന്നിവയാണ് നിങ്ങളുടെ മനസ്സ് നിറയെ. ഇതുവരേക്കും നിങ്ങൾ ശരിയായ ദിശയിലാണ് സഞ്ചരിച്ചിരുന്നത്. അത് അങ്ങനെ തന്നെ തുടർന്ന് നിങ്ങളുടെ ഔദ്യോഗിക വ്യക്തിയിൽ കൂടുതൽ ഉയരങ്ങളിലെത്തുക. അങ്ങനെ വരും സമയങ്ങളിൽ കൂടുതൽ ലാഭം നേടുക. വഴിയിലെ ചെറിയ ഗർത്തങ്ങളും കല്ലുകളും കാര്യമാക്കേണ്ട. അവ ഒഴിച്ചുകൂടാനാകാത്തവയാണ്, എന്നാൽ തരണം ചെയ്യാവുന്നവയും. സജിറ്റേറിയസ് ഹെൽത്ത്. ആയാസങ്ങളിൽ വിരിക്കുന്ന കുറവ് നിങ്ങൾക്ക് നല്ല ആശ്വാസം നൽകും. ആരോഗ്യകരമായ ഭക്ഷണം, കുറച്ച് വിശ്രമവും ശാന്തിയും, കുറച്ച് ലഘുവ്യായാമങ്ങൾ എന്നിവ ഗുണം നൽകുവാൻ തുടങ്ങിയിരിക്കുന്നു. ദഹന സംബന്ധിയായ അസുഖങ്ങൾ അലട്ടിയിരുന്നവർക്ക് ഇന്ന് അതിന്റെ ലക്ഷണങ്ങൾ കുറഞ്ഞിരിക്കുന്നതായും സ്വാസ്ഥ്യം വീണ്ടും കിട്ടിയിരിക്കുന്നതായും അനുഭവപ്പെടും. കാപ്രിക്കോൺ ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തെ ഓർത്ത് ചെറിയ തോതിൽ ഭയാശങ്കയുണ്ടായിരിക്കാം. എന്നാൽ അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഇന്ന് ചിലപ്പോൾ ചെറിയ തോതിലുള്ള ആശങ്കയുണ്ടായേക്കാം. എന്നാൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറിപ്പോകുന്നതാണ്. നിങ്ങൾ കുറച്ചു സമയത്തേക്ക് സുരക്ഷിതനല്ലായിരിക്കും. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷിതവും സ്ഥിരതയും കൈവരിക്കും. കാപ്രിക്കോൺ റൊമാൻസ്. ഇന്ന് പങ്കാളിക്ക് അവർ വിശിഷ്ടരാണെന്നും സ്നേഹിക്കപ്പെടുന്നവരാണെന്നും തോന്നുന്നെങ്കിൽ നിങ്ങൾ അവരെ അനുമോദനങ്ങൾ കൊണ്ട് പൊതിയേണ്ടി വരും. ഒരു കാര്യം ഓർക്കുക, ആരെയെങ്കിലും പുകഴ്ത്തിയാൽ അവർ താനേ വലുതാകുന്നു. ഒരുപക്ഷെ അവർക്കാകുന്നതിലും കൂടുതൽ വലിയ കാര്യങ്ങൾ അവരറിയാതെ അവർ ചെയ്യുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ഒരു അനക്കം വളരെ ശുഭമായി സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാനായി ഇന്ന് പങ്കാളിയെ സ്നേഹവും പുകഴ്ത്തലും കൊണ്ട് പൊതിയുക. കാപ്രിക്കോൺ കരിയർ. ഡോക്ടർമാർ, മരുന്ന് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ എന്നിങ്ങനെ ഉള്ളവരിന്ന് ഈ രംഗത്ത് നിന്ന് മാറി മറ്റൊരു രംഗത്ത് ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ഈ വിഷമം പിടിച്ച അവസ്ഥ മാറുമെന്നറിയുക. അതുകൊണ്ട് തന്നെ ഏകാഗ്രത കൈവിടാതിരിക്കുക. നിങ്ങൾ നിങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഔദ്യോഗിക പാത തികച്ചും ശരിയാണ്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകളെ ഒന്ന് അതിജീവിക്കണമെന്ന് മാത്രം. കാപ്രിക്കോൺ ഫൈനാൻസ്. നിങ്ങൾക്ക് ഷെയർ വ്യാപാരത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് പണമുണ്ടാക്കുവാൻ ഒരവസരമുണ്ടാകും. ട്രേഡിംഗ് എന്ന് ഷെയർ മാർക്കറ്റിൽ വിളിക്കുന്ന വ്യാപാരം വളരെ റിസ്ക് ഉള്ളതാണ്. എന്താണ് നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. എന്നാൽ ഇന്ന് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളോടൊത്താണ്. ഇതിന്റെ കൂടെ കുറച്ച് ഉൾവിളി, നല്ല ചില തീരുമാനങ്ങൾ എന്നിവ കൂടിയായാൽ കുറച്ച് പണം നിങ്ങളുടെ കയ്യിലിരിക്കും. ഈ വിജയത്തെ അടിസ്ഥാനമാക്കി ഒരു ദീർഘകാല നിക്ഷേപത്തിന് വഴിയൊരുക്കുക. കാപ്രിക്കോൺ ഹെൽത്ത്. ഇന്ന് മാനസിക പിരിമുറുക്കത്തെക്കുറിച്ചും അതിന് നിങ്ങളുടെ ആരോഗ്യത്തിന്മേലുള്ള പ്രത്യാഘാതത്തെക്കുറിച്ചും ബോധവാനാകുക.
ദഹനക്കേട്, തലവേദന തുടങ്ങിയ മാനസിക പിരിമുറുക്കവുമായി ബന്ധപ്പെട്ട ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകും. മാനസിക പിരിമുറുക്കത്തെ അതിന്റെ വഴിക്ക് നിയന്ത്രിക്കുവാൻ പഠിക്കുന്നതിലൂടെ ഇതിന്റെ വരുതിയിൽ നിർത്തുവാനാകും. ദീർഘശ്വാസമെന്ന വ്യായാമം ശീലമാക്കുക. Aquarius. Overview. ഇന്ന് യാത്ര ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മിക്കവാറും കുടുംബത്തോടൊപ്പമാവാം യാത്ര. മതം, സംസ്കാരം, ചരിത്രം ഇവയിലേതെങ്കിലുമായി ബന്ധമുള്ളതാവാം യാത്ര. ചെറിയ യാത്രയാണെങ്കിലും വലിയ സ്വാധീനം ഇതിന് ചെലുത്താൻ കഴിയും നിങ്ങളിൽ. Aquarius. Romance. ഈയിടെയായി വഴിയിലുണ്ടായ ചില ബുദ്ധിമുട്ടുകളിൽ നിന്നും മുക്തി നേടി നിങ്ങളും പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഇന്ന് കുറച്ച് പുരോഗതി ഉണ്ടതായി ഇന്ന് കാണാം. നിങ്ങളിരുവർക്കും പരസ്പരം കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ മനസ്സിലാക്കുവാനും വാർത്താവിനിമയം നടത്തുവാനും സാധിക്കുന്നു. നിങ്ങളുടെ പങ്കാളി ഹൃദയം തുറന്ന് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കുന്നു എന്നുറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങളുടെ പരസ്പര ബന്ധവും പൂർവസ്ഥിതി പ്രാപിക്കും. നിങ്ങളുടെ പങ്കാളിക്ക് എന്തെങ്കിലും പുതുതായി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ പിന്തുണ നിങ്ങളുടെ പങ്കാളിക്ക് സന്തോഷം നൽകും. Aquarius. കരിയർ. നിങ്ങളോട് തീവ്രമായ അസൂയയുള്ള ഒരാൾ നിങ്ങളോട് ഏറ്റുമുട്ടിയേക്കാം. അതുകൊണ്ട് ബാധ ഏൽക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അടുത്ത കാലത്തെ വിജയത്തിൽ നിരവധി പേർ പ്രകീർത്തിക്കും. എങ്കിലും കുറച്ചുപേരുടെ ഹൃദയത്തിൽ ചില അസൂയയും ഉളവാക്കും. യഥാർത്ഥമായി നേടിയ നിങ്ങളുടെ നേട്ടങ്ങളെ ശല്യപ്പെടുത്താൻ ഇതിന് അനുവദിക്കരുത്. നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് നിങ്ങളുടെ മുതിർന്നവർ തീർത്തും ബോധവാന്മാരാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരു അസൂയയുള്ള എതിരാളിയെ ഇടപെടാൻ അനുവദിക്കേണ്ടതില്ല. Aquarius. ഫൈനാൻസ്. നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ആ പുതിയ വീട് വാങ്ങാനുള്ള തിരച്ചിലിന് ഇന്ന് തുടക്കം കുറിക്കുക. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുപ്പ് മുഴുവനാക്കിയില്ലെന്നും വരാം, അല്ലെങ്കിൽ ആർക്കും വാക്കുകൊടുത്തില്ലെന്നും വരാം. എങ്കിലും തിരഞ്ഞെടുപ്പിന്റെ തുടക്കം കുറിക്കുവാൻ ഇന്ന് നല്ല ദിനമാണ്. നിങ്ങളുടെ ഈ തിരച്ചിൽ നിങ്ങൾക്കുള്ള അനേക സാധ്യതകളെ മനസ്സിലാക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് എളുപ്പമാക്കുകയും ചെയ്യും. Aquarius. Health. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതൽ അല്ലെങ്കിൽ പ്രമേഹത്തിന്റെ അസുഖം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നത്തെ ദിനത്തിൽ അതിൽ കുറച്ച് പുരോഗതി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ നിങ്ങൾ ഇതുവരേക്കും വളരെ നിഷ്കർഷ പാലിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഇപ്പോൾ വഴുതി പോകരുത്. ഇന്ന് ചില ചെറിയ വ്യായാമങ്ങൾ ചെയ്യുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. അത് നിങ്ങളുടെ സ്ഥിതിയിൽ കാര്യമായ മാറ്റം വരുത്തുന്നത് അനുഭവിച്ചറിയുക. Pisces. Overview. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളെ കാണാൻ വരുന്ന ആരിൽ നിന്നോ നിങ്ങൾ വായിക്കുന്ന ബുക്കിൽ നിന്നോ ആണ്. ഇത് നിങ്ങളുടെ വ്യക്തിപരമായും ഔദ്യോഗികപരവുമായ മേഖലയിൽ പ്രയോജനകരമായിരിക്കും. നിർദ്ദേശങ്ങളൊക്കെ തിരയുന്നവർക്ക് നിങ്ങളും ഒരു നല്ല നിർദ്ദേശകനായി നിർദ്ദേശം പകർന്നു കൊടുക്കണം. Pisces. Romance. കഴിയുമെങ്കിൽ പതിവുള്ള സമ്മാനങ്ങളും മധുരവും എന്നതിനു പകരം സ്നേഹം പ്രകടിപ്പിക്കുവാനായി എന്തെങ്കിലും പുതുമ ചെയ്യുക. സ്വന്തം കൈകൊണ്ട് ഒരു കവിത എഴുതി അത് നിങ്ങളുടെ സ്നേഹഭാജനത്തിന് കൊടുത്തു നോക്കൂ. ഇത് നിങ്ങളുടെ പങ്കാളിയുടെ മൂഡ് നല്ലതാക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനും ഒരു പുതിയ ഉണർവ് നൽകും. Pisces. കരിയർ. സാധാരണഗതിയിൽ നിങ്ങൾ തികച്ചും ആത്മവിശ്വാസമുള്ളവനായിരിക്കും. എന്നാൽ നിങ്ങളുടെ എതിരാളികളുടെ തുടർച്ചയായ സമ്മർദ്ദം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നേരിയ തോതിൽ തുരങ്കം വയ്ക്കുന്നതായി കാണാൻ കഴിയും. നിങ്ങളുടെ ബുദ്ധിയെ വിവേകമുള്ളതാക്കി തീർക്കുക. നിങ്ങളെ അവർക്ക് കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത്. എതിരാളികൾ പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് തന്നെത്താൻ തീർപ്പ് കൽപ്പിക്കരുത്. എന്നാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ പറയുന്നത് അനുസരിക്കാം. എങ്കിലും നിങ്ങളെക്കുറിച്ച് സ്വയം പറയാനുള്ളത് വിശ്വസിക്കുന്നത് പിന്നെയും നല്ലത് തന്നെ. Pisces. ഫൈനാൻസ്. വിദേശികളും വിദേശവും ഇന്ന് നിങ്ങൾക്ക് നല്ല കച്ചവട അവസരങ്ങൾ നൽകും. നിങ്ങൾ പ്രവർത്തിക്കുന്നത് വിദേശികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദേശത്തുള്ള മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ടോ ആണെങ്കിൽ ഇന്നത്തെ ദിനം വളരെ തിളക്കമുള്ളതാണെന്ന് കാണുന്നു. ഇന്നത്തെ ഈ ലാഭദായകമായ ദിനത്തിൽ നിന്നും ഗുണം കൊയ്യുവാനായി കുറച്ചധിക സമയം ജോലി ചെയ്യുക. അതിൽ നിന്നും ലഭിക്കുന്ന ഫലങ്ങൾ ആവോളം കൊയ്യുക. നിങ്ങളുടെ ഇന്നത്തെ കഠിനാധ്വാനം തീർച്ചയായും നിങ്ങളുടെ ബാങ്ക് നിക്ഷേപത്തിൽ പ്രതിഫലിക്കും. Pisces. Health. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാനസിക പിരിമുറുക്കം നിയന്ത്രിച്ച് നിർത്തുവാൻ ശ്രമിക്കുക. നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന എന്തെങ്കിലും മാനസിക പിരിമുറുക്കം മൂലം രക്തസമ്മർദ്ദം ഉയരുന്നത് നിങ്ങൾ അറിയും. അതുകൊണ്ട് തന്നെ അതിനെ താഴേക്ക് കൊണ്ടുവരേണ്ടതിന്റെയും നിങ്ങൾക്ക് മുൻകൂട്ടി കാണുവാനാകാത്ത വിധത്തിൽ മാനസിക പിരിമുറുക്കം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ എന്നും കുറച്ചു സമയം ധ്യാനം മുതലായവയ്ക്കായി നീക്കിവെക്കുക. ഇത് മനസ്സിനെ ശാന്തമാക്കുമെന്ന് മാത്രമല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും.